പാരീസ് ഒളിമ്പിക്സിൽ 7 മലയാളി താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണയും ഒരു വനിതാ താരവുമില്ല. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറാണ് ആദ്യം. ഒരു നൂറ്റാണ്ടിന് ശേഷം പാരീസിലേക്ക് ഒളിമ്പിക്സ് മടങ്ങിയെത്തുമ്പോൾ മഹാമേളയിലെ മലയാളി സാന്നിധ്യത്തിനും 100 വയസ്സ് തികയുന്നു. 1924 പാരീസ് ഒളിമ്പിക്സിലെ 110 മീറ്റർ ഹഡിൽസിൽ മത്സരിച്ച CK ലക്ഷ്മൺ എന്ന കണ്ണൂർ പയ്യാമ്പലം സ്വദേശിയാണ് ആദ്യ മലയാളി ഒളിമ്പ്യൻ. സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന നേട്ടം 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഫുട്ബോൾ ടീമിനായി കളിച്ച തിരുവല്ല സ്വദേശി തോമസ് വർഗീസിന് സ്വന്തം. ഒളിമ്പിക് പോഡിയത്തിലെത്തിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ആണ്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫ്രെഡറിക്. ഇന്ത്യയുടെ 2ാം മെഡലും ഹോക്കിയിൽ നിന്നാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ PR ശ്രീജേഷിലൂടെ. സുരേഷ് ബാബു, TC യോഹന്നാൻ, PT ഉഷ, ഷൈനി വിൽസൺ, MD വത്സമ്മ, KM ബീനാബോൾ, അഞ്ജു ബോബി ജോർജ്, പ്രീജ ശ്രീധരൻ, ചിത്ര K സോമൻ, രഞ്ജിത്ത് മഹേശ്വരി, ടിൻഡു ലൂക്ക, KT ഇർഫാൻ. ഇങ്ങനെ നീളുന്നു ഒളിമ്പിക്സിലെ മലയാളി പെരുമ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികൾ എന്ന റെക്കോർഡ് 4 ഒളിമ്പിക്സിൽ ഭാഗമായ PT ഉഷയ്ക്കും ഷൈനി വിൽസനും സ്വന്തമാണ്. പാരീസിൽ കൂടി ഇറങ്ങുന്നതോടെ PR ശ്രീജേഷും ഈ റെക്കോർഡിന് ഒപ്പമെത്തും. 7 മലയാളി താരങ്ങളാണ് ഇത്തവണത്തെ ഒളിമ്പിക് സംഘത്തിലുള്ളത്. ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ്, ബാഡ്മിൻ്റൺ താരം HS പ്രണോയ്, ട്രിപ്പിൾ ജംപ് താരം അബ്ദുള്ള അബൂബക്കർ എന്നിവർക്ക് പുറമെ 400 മീറ്റർ റിലേയിൽ 4 താരങ്ങൾ. മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ് യഹിയ, ഡൽഹി മലയാളിയായ അമോദ് ജേക്കബ്, കർണാടക മലയാളിയായ മിജോ ചാക്കോ കുര്യൻ. അതേസമയം തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും മലയാളി വനിതകൾ ഇല്ലെന്ന നിരാശയുണ്ട്. ഒളിമ്പിക്സിലെ കേരളത്തിൻ്റെ 2 മെഡലുകളും ടീം ഇനത്തിലാണ്. ഇത്തവണ പാരീസിൽ ആദ്യ വ്യക്തിഗത മെഡൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.